എന്തൊരു ആഭാസനാണ്, എന്ത് വൃത്തികെട്ടവനാണ്, എന്ത് പരനാറിയാണ് ഈ മണ്ഡലത്തിന്റെ MLA. പാലക്കാട് ഇങ്ങനെ ഒരു MLAയെ ചുമക്കാനും സഹിക്കാനും പൊറുക്കാനും ഞങ്ങൾക്ക് ഈ പാലക്കാട് മണ്ഡലത്തിന് ഇത്തരം വൃത്തികെട്ടവനെ MLA ആയി ഒരു നിമിഷം. മറ്റതൊക്കെ നിങ്ങളുടെ കാര്യം, യൂത്ത് കോൺഗ്രസ് രാജിവെക്കണോ വെക്കണ്ടേന്നല്ല, MLA ആയിട്ട് പാലക്കാട് പറ്റില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് വന്ന് ഓഫീസ് ഇവിടെ വേണോ വേണ്ടേ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. വീട്ടിലിരുന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് MLAക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊതു പരിപാടികളിൽ പങ്കെടുക്കാൻ പുറത്തിറങ്ങിയ ഞങ്ങൾ DYFI എന്താണ് അതിൻ്റെ ചൂടുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിന് അറിയും. തനിക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ. തനിക്ക് ചില സംശയം കുറച്ച് കാലം മുമ്പ് നീ എവിടെയോ പറയുന്നത് കണ്ടു. DYFI ഇപ്പോൾ പൊതിച്ചോറ് ഞങ്ങൾ കൊടുക്കുന്ന സംഘടന തന്നെയാണ്. DYFIയുടെ പൊതിച്ചോറിൻ്റെ ചൂരും വേണമെങ്കിൽ അറിയിക്കും. ഞങ്ങൾ വേറൊന്നും പറയില്ല. വീട്ടിലിരുന്നോ രാജിവെച്ചോ മറ്റ് താങ്കളുടെ വിനോദ വിഷയങ്ങളിൽ അങ്ങനെ അതുമായിട്ടാണെങ്കിൽ അങ്ങനെ താല്പര്യമുള്ള അതിൽ ഉഭയകക്ഷി സമൂഹത്തോടു കൂടിയൊക്കെ ആണെങ്കിൽ അത് പരാതി പറയാത്ത കുറേ പേരുണ്ട്. ഇപ്പോൾ മാലപ്പടക്കം പോലെ എഴുത്തുകാരി വന്നു, സിനിമാ നടി വന്നു, മറ്റൊരു പ്രമുഖ വന്നു, കോൺഗ്രസിനകത്തുനിന്ന് വന്നു, കോൺഗ്രസിന് പുറത്തുനിന്ന് വന്നു, മറ്റ് ധാരാളം ആളുകൾ വന്നു. മടി കൊണ്ട് പരാതി പറയാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. അതിൽ KPCC അംഗങ്ങളുടെ വീട്ടിലെ ഭാര്യമാരും കുട്ടികളും ഉൾപ്പെടെ ഉണ്ടെന്ന് ഞങ്ങളല്ല പറഞ്ഞത് കേട്ടോ. ഏത് കോൺഗ്രസിലെ അനിഷേധരായ നേതാക്കളുടെ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ ഇവിടെ പാലക്കാട് വീടുകളിലേക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ച പോലെ MLA രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് സൂക്ഷിക്കുക എന്ന് ബോർഡ് വെക്കേണ്ടി വരും. വീട്ടിനകത്തേക്ക് വോട്ട് ചോദിച്ച് കടന്നു വന്നപ്പോൾ അവന്റെ സ്ക്രീനിൽ ടെസ്റ്റിൽ 10 ആളുകളൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. അമ്മ പെങ്ങന്മാരോട് നല്ല ശ്രദ്ധ വേണം, സൂക്ഷിക്കണം. ഇവൻ വരും, പ്രത്യേകിച്ച് രാത്രിയാണ് വരിക. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഗൂഗിൾ പേ ഒക്കെ ലോക്ക് ചെയ്താലും മറ്റു ചില സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂപ്പര് ഒരുപാട് ഐഡികളുണ്ട്. അതാ പ്രശ്നം. ഒഫീഷ്യലും അൺഒഫീഷ്യലും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഐഡികളുണ്ട്. മെസ്സേജ് അയക്കുകയാണ്, ചോദിക്കുകയാണ്, എന്നിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ഗർഭചിത്രം അതിൽ മൂപ്പര് ഒരു പ്രത്യേക ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് മറ്റൊരു പ്രത്യേക സ്ഥാപനം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ അവിടെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ഗർഭചിത്രം നടത്തിയതിനുള്ള ഒരു അവാർഡും ഈ അടുത്ത ദിവസം പോയി കൈപ്പറ്റിയെന്നാണ് പറഞ്ഞത്. അല്ല, മറ്റു മാർഗ്ഗങ്ങൾ ഒന്നും നിങ്ങളൊന്ന് ആലോചിച്ചോ. ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മറ്റെല്ലാ വഴികളും ഉണ്ട്. അതൊന്നല്ല. ഈ മൂപ്പര് ബോധപൂർവം എന്നിട്ട് ഭീഷണിപ്പെടുത്തുക, ആളുകളെ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ഈ അർത്ഥത്തിലാണ് MLA ഇവിടെ പോകുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട. ഈ നാട്ടിലെ DYFI മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികളായ പാലക്കാടിൻ്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന ഒരു MLAക്കെതിരെ ജനങ്ങളെയാകെ അണിനിരത്തി ഞങ്ങൾ മുന്നോട്ട് വരും. ഇന്ന് ഒരു സൂചനയാണ്. ഞങ്ങളിവിടെ നിന്നു, പ്രതിഷേധിച്ചു, തിരിച്ചുപോയി. ഇനി ഒരു വരവ് കൂടെ ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടം MLA അടിയന്തരമായി ഇപ്പോൾ ഈ നിമിഷം MLA സ്ഥാനം രാജിവെക്കണം. അല്ലെങ്കിൽ വെപ്പിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, വടകരയ്ക്ക് വണ്ടി കയറിയ തിരിച്ചിങ്ങോട്ട് വരാനിരിക്കുന്ന കുഞ്ഞിക്കയും വെല്ലിക്കയും VD സതീശനും എല്ലാം പറഞ്ഞു കൊടുക്കണം, തിരുത്തിക്കണം. കിട്ടിയ പരാതി കക്ഷത്ത് പോക്കറ്റിൽ 4 തിരികെ മടക്കി വെക്കാതെ സതീശൻ അത് പോലീസിന് നേരത്തെ ചില വിഷയങ്ങളിലൊക്കെ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. പരാതി കിട്ടിയത് നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം. അപ്പോൾ KPCCക്ക് പരാതി പരിഹാര സെല്ലുണ്ടോ? KPCC ആണോ ഇവിടുത്തെ അന്വേഷണ സംവിധാനം? ഇവിടെ മറ്റ് പോലീസ് സംവിധാനം ഉണ്ടല്ലോ, അല്ലേ? ആ പോലീസ് സംവിധാനത്തിന് കിട്ടിയ പരാതി സതീശൻ അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ലോറി വിളിച്ച് പോകേണ്ടി വരും. 1-2 പരാതിയല്ല, ഒരുപാട് പരാതിയുണ്ട്. ആ പരാതിയുടെ കോപ്പി ഷാഫിക്ക് കിട്ടിയതും സതീശന് കിട്ടിയതും മുമ്പ് സുധാകരന് കിട്ടിയതും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണിക്ക് കിട്ടിയതും ഒക്കെ കൈമാറണം. അതെല്ലാം കൈമാറി ആളെ വിളിച്ച് പറയണം, മോനെ എനിക്ക് പറ്റിയ പണി ഇതല്ല, നീ നിന്റെ മേഖലയിൽ വ്യാപിച്ചോളൂ, ഈ പണിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് രാജിവെച്ച് പുറകോട്ട് പോയി ഈ പാലക്കാടിനോട് നീതി പാലിക്കണം. ഇതുപോലെ ഒരു വെറുക്കപ്പെട്ടവനെ, ഒരു വ്യാജനെ, ഒരു പീഡനവീരനെ, ഒരു കാമഭ്രാന്തനെ, ആ വാക്ക് തന്നെ ഞങ്ങൾ ഉപയോഗിക്കാം, പാലക്കാടിന് MLA ആയിട്ട് വേണ്ട, അടിയന്തരമായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിച്ചത്.